ഹായ് മച്ചന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ്. സംഭവം വേറൊന്നുമല്ല, ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട് വരെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങളുടെ ഈ ലെഫ്റ്റും റൈറ്റും പാടം ഇത് കണ്ടോ, നടുക്കൂടെ റോഡാണ്. ഇതുവഴി ഒന്ന് പാസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു പട്ടിക്കുഞ്ഞ് റോഡിൽ ഒരു പട്ടിക്കുഞ്ഞ് തീരെ പൊടിക്കുഞ്ഞായതുകൊണ്ട് എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തിയിട്ട് അപ്പോൾ ഈ കുഞ്ഞ് കണ്ട ഈ പട്ടിക്കുഞ്ഞ് കണ്ട എൻ്റെ അടുത്ത് ഓടി വന്നു. കണ്ടോ ഇത് നേരെ എൻ്റെ അടുത്ത് ഓടി വന്ന് എൻ്റെ അടുത്തിരിക്കും. ഇവിടെ നല്ല വെയിലുണ്ട്, അപ്പോൾ ഞാൻ ഈ ബൈക്ക് വെച്ച് എൻ്റെ തണലത്ത് എൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയും, ഇതൊരു പട്ടി കുഞ്ഞിതുപോലെ ഇവിടെ കിടക്കുന്നു, പാവം ഒറ്റയ്ക്കേ ഉള്ളു. കാരണം ഇങ്ങനെ ഒരു പട്ടിക്കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അതിനെ കണ്ടപ്പോൾ നല്ല രീതിയിൽ വിഷമം തോന്നി. അപ്പോൾ ഞാനിവിടെ നിർത്തി വീട്ടിലേക്കൊക്കെ വിളിച്ച് നോക്കി. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പട്ടി ഇഷ്ടമല്ല, ഉള്ള കാര്യമുള്ളത് വേറൊരു പട്ടിക്കുഞ്ഞിനെ ഇഷ്ടമല്ല, പട്ടി ഇഷ്ടമല്ല. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ അതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ച് തിരക്കി. അപ്പോൾ അവന്മാർക്ക് 2-3 പേർക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇതിനെ കണ്ടിട്ട് ഇവിടുന്ന് മനസ്സ് എന്താ പറയുക ഇട്ടിട്ട് പോകാനും തോന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നിന്നിട്ട് ഈ വീട്ടിലേക്ക് എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പം കണ്ടത്തിന് നടുക്കായിട്ട് ഒരു പട്ടി കുഞ്ഞ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. ഒരു പട്ടിക്കുഞ്ഞ് സത്ത് വീർത്ത് കിടക്കുന്നത് അങ്ങനെ നടുക്കാട്ട്. അത് വന്ന് ഞാനിങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്ക് ഇതേണ്ട ഇതിൻ്റെ സൈഡിൽ വേറെണ്ണം ചത്ത് കിടക്കുന്നത്, അതിൻ്റെ അപ്പുറത്ത് വേറെ ചത്ത് കിടക്കുന്നത്. 1, 2, 3 അതും പട്ടിക്കുഞ്ഞാന്ന് തോന്നുന്നു, 3 എണ്ണം. പിന്നെ ഇവിടെ ഒരു ചാക്ക് കാണാം. ഇനി ഈ ചാക്കിനകത്ത് ചത്ത് കിടപ്പുണ്ടെന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ തന്നെ ആണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ആണെങ്കിലും ഒരുപാട് നാടൻ പട്ടികളെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഇതിപ്പോൾ വീട്ടിലുണ്ടാകും. ഒരിക്കലും ഒരു തള്ളപ്പട്ടി തെരുവിൽ പ്രസവിച്ചതിന് ശേഷം ഇങ്ങനെ പട്ടിക്കുഞ്ഞിനെ ചാക്കിനകത്താക്കിയിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞിട്ടോ ഒരെണ്ണത്തിനെ വിട്ടിട്ട് ഒരിക്കലും ഒരു തള്ളപ്പട്ടി പോകത്തില്ല. ഒരിക്കലും ഒരു അമ്മ ചെയ്യത്തില്ല, ഒരിക്കലും ഒരു സ്ത്രീ അങ്ങനെ ചെയ്യത്തില്ല. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതിപ്പോൾ ലാബോ ഡാഷോ അല്ലെങ്കിൽ ബീഗിളോ അല്ലെങ്കിൽ വല്ല പോമറേനോ അല്ലെങ്കിൽ വല്ല അസ്കിയോ അങ്ങനെ എന്തെങ്കിലും പട്ടികളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കൊണ്ട് കളയത്തില്ല. അപ്പോൾ നാടൻ പട്ടിയാണ്ടാണല്ലോ ഇങ്ങനെ കൊണ്ട് കളഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഒന്നെങ്കിൽ നിങ്ങൾ നാടൻ പട്ടികളെ ഇങ്ങനെ വീട്ടിലെടുത്ത് വളർത്തരുത്, പ്രത്യേകിച്ച് പെൺപട്ടി എടുത്ത് വളർത്തരുത്. അപ്പോൾ അത് പ്രസവിക്കുമല്ലോ. അപ്പോൾ അത് പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ വളർത്തുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇനി ഒന്നും പറ്റില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ വെസ്റ്റേൺ സെർച്ച് ചെയ്താൽ മതി. നാടൻ പട്ടി ഫ്രീ അഡോപ്ഷൻ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗ്രൂപ്പ് കാണാം. ആ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇതൊന്ന് അതിൻ്റെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വന്ന് അതിനെ കൊണ്ടുപോയിക്കോളും. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ കാണിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ഇങ്ങനെ കാണിക്കരുത്. കാരണം നമ്മുടെ 3-4 മനുഷ്യപ്പിള്ളേരാണെങ്കിലോ പോലീസ് കേസെടുക്കും, പ്രശ്നം അങ്ങനെയൊക്കെ. ഇതിലിപ്പോൾ എടുക്കുമായിരിക്കും. ഇത് നിങ്ങൾ ഇത് അറിയാവുന്ന തരത്തിലേക്ക് അധികാരികളിലേക്ക് എത്തിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ എടുക്കും. പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ വേറെ പിടിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇത് ആരെ ഇട്ടേലൊന്നും അറിയത്തില്ല. ഇവിടെ ക്യാമറ ഉള്ളതാണ്. ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയത്തില്ല, വർക്കിംഗ് ആയിരിക്കാം. പക്ഷെ ഇതിൻ്റെ പറയുന്നൊന്നും നമുക്ക് പോകാൻ ശ്രമിച്ചാൽ പോകാം, അത് വേറൊരു കാര്യം. പക്ഷേ നിങ്ങളെ കൂട്ടുള്ളവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഇത് അധികാരികളിലേക്ക് എത്തിച്ചാൽ മാത്രമേ എത്തുള്ളൂ. അല്ലാതെ ഞാനൊരാൾ വിചാരിച്ച് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് അതിനുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ അതിനുള്ള പിടിപാടുകളോ എനിക്കില്ല, അത്ര തന്നെ. ജനങ്ങൾ ഒന്നിച്ച് ഇന്നാൽ നടക്കാത്തതൊന്നുമില്ല, വേറെ കാര്യം. ഓക്കെ, അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെ എന്തെങ്കിലും പട്ടിക്കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നാടൻ പട്ടി പെൺപട്ടി ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇപ്പോഴേ കൊടുത്തു. ഇനി അത് പ്രസവിക്കുവാണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒന്നെങ്കിൽ മീഡിയകൾ വഴി ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുകയോ വേണ്ടവർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വളർത്തോ ചെയ്യുക. ഇങ്ങനെ ഒരിക്കലും ഉപേക്ഷിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ പോട്ടെ, ഉപേക്ഷിച്ച് സമ്മതിച്ച് പക്ഷെ അതിനെ ഉപേക്ഷിക്കുമ്പം അതിന് ജീവിക്കാൻ പറ്റുന്നൊരിടത്തോ അല്ലെങ്കിൽ വല്ല ഹോട്ടലിലെ ഏരിയകളിലോ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ വണ്ടികൾ കയറി അവർ ചാകാത്ത സ്ഥലങ്ങളിലോ ഒക്കെ വേണം ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, ഒരിക്കലും ഇങ്ങനെ കാണിക്കരുത്. ഇതിനിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനെ ഞാൻ എടുക്കും. കാരണം ഇപ്പം എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു തീരുമാനം എടുത്ത് ആരെയും കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ എന്തൊരു തീരുമാനം ആ ഒരെണ്ണത്തിൻ്റെ ജീവൻ എന്തെങ്കിലും ഞാൻ ചെയ്യും. പിന്നെ മറ്റേതിൻ്റെ ബാക്കി വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ,
ഒരു പട്ടിക്കുഞ്ഞ് കിടക്കുന്നുണ്ടോ? ഇതിനകത്ത് സൂം ചെയ്യുമ്പോൾ ക്ലിയർ പോവും. എങ്കിലും നിങ്ങൾ കണ്ടോ അത് കുഞ്ഞാണ് കേട്ടോ. അത് ചത്തിട്ട്, അതായത് മരിച്ചിട്ട് കണ്ട് 2-3 ദിവസമായി തോന്നുന്നത്. വീർത്ത് കിടക്കുക, ചത്ത് വീർത്തോണ്ട് അത്രയും പൊങ്ങി കാണുന്നേ, അങ്ങ് നടുക്കാട്ട്. പിന്നെ ഇവിടെ ചാക്കുണ്ട്, ഇതിനകത്തുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഈ ചാക്കി കൊണ്ടൊന്ന് കളഞ്ഞായിരിക്കാം ചിലപ്പോൾ, അതിനകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ വേണ്ട ഒരെണ്ണം നേരെ താഴെ കണ്ടോ, ഒരെണ്ണം നേരെ താഴെ, ഒരെണ്ണം നേണ്ട ഇവിടെ ആട്ട്, ഒരെണ്ണം ഇവിടെ ആട്ട്. ഇനി ഒരെണ്ണം ഒരു ശക്കൽ അങ്ങോട്ട് മാറിയിട്ട് വേണ്ടേ, ഒരെണ്ണം ഇവിടെ ആട്ട്. കണ്ട, എനിക്കിപ്പോൾ ഞാൻ സംസാരിച്ചതും സംഭവമൊക്കെ എനിക്ക് ഫുള്ളായിട്ട് എൻ്റെ സ്ക്രീൻ കാണിക്കാൻ പറ്റും. കാരണം സെൽഫി സ്റ്റിക്കോ കാര്യങ്ങളോ മൈക്കോ ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ നിന്ന് സെൽഫി എടുത്ത് സംസാരിച്ചത് കേട്ടോ. കാരണം ഞാൻ വെറുതെ എൻ്റെ കൂട്ടാൻ്റെ വീട് വരെ പോയിട്ട് വന്ന വഴിയാണ് ഈ സംഭവം കണ്ടത്. ഒരെണ്ണം വേണ്ട അവിടെ, ഒരെണ്ണം വേണ്ട നമ്മുടെ ബൈക്കിൻ്റെ താഴെ ഇരിപ്പുണ്ടോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കൾ ഞാനിപ്പോൾ വലിയ എന്താ പറയുക നായസ്നേഹിയോ അല്ലെങ്കിൽ വലിയ മൊണാണ്ടറൊന്നും ആകുമൊന്നുമല്ല. സത്യമുള്ളത് കണ്ടപ്പോൾ ഇതിപ്പോൾ ഒരു 3-4 എണ്ണം ഇപ്പോൾ ഒരു 4 പട്ടിക്കുഞ്ഞുങ്ങളെ കിടക്കുവാണെങ്കിൽ പോട്ട് ആരെയും വേണം എടുത്തുണ്ടോ, പിന്നെ അവർ 4 പേരും കൂട്ടണമെന്ന് പറയും. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബാക്കിയുള്ളതെല്ലാം മരിച്ചുപോയി, ഇത് മാത്രം ഒറ്റയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയ എൻ്റെ അവസ്ഥ. നമ്മുടെ മനുഷ്യക്കുഞ്ഞല്ലേ, നമ്മുടെ പിള്ളേരാണെങ്കിൽ നമ്മൾ ഇവനോട് കണ്ട് കളയുമോ? കാരണം മക്കൾക്ക് നോക്കുന്നത് അച്ഛനമ്മമാർക്ക്. കാരണം ഞാനൊരു അച്ഛനാണ്, എനിക്കൊരു മോളുണ്ട്. അപ്പം എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്തിട്ട് പോകുമോ? ഒരിക്കലും ചെയ്യത്തില്ല. എന്നെക്കൊണ്ടൊന്നും സത്യം പറയാൻ നിവർത്തിയില്ല. അല്ലെങ്കിൽ ഞാൻ വലിയൊരു എന്താ പറയുക, ഈ തെരുവോട്ടികളെ മാത്രം വളർത്താൻ വേണ്ടി വലിയൊരു ഫാം അടിച്ചിട്ട് ഞാൻ ചിലവിന് നോക്കിയാൽ എല്ലാത്തിനും സത്യമായിട്ട്. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്നവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ ഒന്ന് എന്താ പറയുക കൊണ്ടുപോകാൻ താല്പര്യം ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്തോ. ഇവനിവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ആരും ആവർത്തിക്കരുത്. ഇനി ഇത് ചെയ്തവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം, ഈ സ്ഥലം കാണുമ്പോൾ തീർച്ചയായിട്ടും അറിയാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇനി അങ്ങനെ ആവർത്തിക്കരുത്. ഇനി നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുത്തനുണ്ട്, ഒറ്റ പട്ടിക്കുഞ്ഞുണ്ട്. അവനെ എങ്ങനെയും നിങ്ങൾ രക്ഷപ്പെടുത്തി അതിന് വേണ്ട തീരുമാനം ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഒരിക്കലും ഇനിയും പെമ്പട്ടിയെ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പ്രസവിക്കുവാണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണമെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ മാത്രമേ പെമ്പട്ടി എടുത്ത് വളർത്താവുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിപ്പോൾ 1, 2, 3, 4 പട്ടിക്കുഞ്ഞുങ്ങളെ ജീവനാണ് പോയത്. പിന്നെ ഈ ഒന്നിൻ്റെ എന്തുവാണെന്നോ എനിക്കൊരു പിടുത്തമില്ല. ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ഞാനത് ചെയ്യും. ഇതിന് മുന്നേ ഒരുപാട് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ എന്നെക്കൊണ്ട് പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് ഞാൻ ഈ യൂട്യൂബും ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കിപ്പോൾ നിങ്ങൾ ഇത്രയും പേര് എനിക്ക് സപ്പോർട്ട് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ആളുകൾ കാണിക്കാൻ മനസ്സ് ഇപ്പം ആർക്കും ഉണ്ടാകത്തില്ല. ഇനി അവരുടെ സിറ്റുവേഷൻ വരുമ്പോൾ, സാഹചര്യമാണല്ലോ പലരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരുമ്പം ഒരാൾ ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക, എനിക്ക് 3-4 ഒരുപാട് ഒരു 10-12 ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് ഈ ഫ്രീ ആയിട്ട് എടുക്കുന്നതും അല്ലാതെ ക്യാഷ് മുഖേന സെയിൽ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതിൻ്റെ ഫോട്ടോയും ഡീറ്റെയിലും വെച്ച് ഞാനത് ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഇനി നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ടാണെങ്കിലും ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ നമ്മുടെ യൂട്യൂബിൽ എബോയിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവനിവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ മച്ചന്മാരെ, അപ്പം ഒരിക്കലും ഇനി ഇത് ആരും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക. ആരും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പം ഇനിയും പുതിയൊരു നല്ലൊരു വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം കാരിച്ചാൽക്കാരൻ.